SDPI വോട്ട് തള്ളണോ എന്ന വിഷയത്തിൽ എൻ്റെ അഭിപ്രായം അങ്ങേയറ്റം വിഷലിപ്തമായ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്, രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നോക്കുക, ഏറ്റവും ഒടുവിൽ കേരള സ്റ്റോറി എന്ന സിനിമ ദൂരദർശനിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രദർശിപ്പിക്കാൻ പോകുന്ന അതിൻ്റെ തീയതി ഒക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ അതിനെതിരെ ഇപ്പോൾ CPM പ്രതികരണമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങേയറ്റം മുസ്ലിം എന്നാൽ തീവ്രം എന്ന് കൂട്ടിച്ചേർക്കുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ജനാധിപത്യ പ്രക്രിയയിൽ കാര്യമായ സ്വാധീനമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ വലിയ തോതിൽ വിവാദമാക്കുന്നതിൽ BJPക്കൊപ്പം ഇവിടെ CPM എത്തുന്നു എന്നുള്ളതാണ് ഇതിൽ ദൗർഭാഗ്യകരമായ കാര്യം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. 2019 നേരത്തെ സുജിയ കണക്കുകളൊക്കെ പറഞ്ഞു. SDPI 10 മണ്ഡലങ്ങളിലാണ് സ്ഥാനാർത്ഥികളെ നിർത്തിയത്. 2014 എല്ലാ മണ്ഡലങ്ങളിലും നിർത്തിയിരുന്നു. പൊന്നാനി, മലപ്പുറം മണ്ഡലങ്ങളിൽ മാത്രം 1% വോട്ട് കിട്ടി. അതിലപ്പുറം വലിയ രൂപത്തിൽ വോട്ട് നൽകുന്ന ഒരു പാർട്ടിയൊന്നുമല്ല. പക്ഷേ അത് ആ രൂപത്തിൽ ചർച്ച ചെയ്യാൻ ഇവിടെ BJP ആഗ്രഹിക്കുമ്പോൾ അതേ രൂപത്തിൽ തന്നെ CPM അത് ഏറ്റെടുക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് ഞാൻ കരുതുന്നു. SDPയുമായി കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഒരു ചർച്ച നടത്തിക്കൊണ്ട് ഒരു ധാരണയിലേക്ക് പോകുന്നെങ്കിൽ സ്ഥിതി വ്യത്യസ്തമായിരുന്നു. ആ രൂപത്തിലാണ് പോയിരുന്നെങ്കിൽ കോൺഗ്രസിനെയും UDFനെയും ആ രൂപത്തിൽ വിമർശിക്കാമായിരുന്നു. നിങ്ങളൊരു ധാരണയുണ്ടാക്കി, ആ ധാരണയുടെ പുറത്ത് നിങ്ങൾക്കിത് അവർ പിന്തുണ നൽകുന്നു, നേരത്തെ പറഞ്ഞ ആ തീവ്ര നിലപാടുള്ള സംഘടന പിന്തുണ നൽകുന്നു എന്നാണെങ്കിൽ ആ രൂപത്തിൽ ചർച്ച ചെയ്യാമായിരുന്നു. ഇത് അങ്ങനെയല്ല. ഞങ്ങൾ ആലോചിച്ചെടുത്ത തീരുമാനം എന്തുകൊണ്ട് ജാതി സെൻസസ് എടുക്കുന്നു എന്നുള്ളൊരു നിലപാട് UDF എടുക്കുന്നത് കൊണ്ട് ആ പാർട്ടിക്ക് പിന്തുണ നൽകാൻ തീരുമാനിച്ചു എന്ന് നിരുപാധിക പിന്തുണ എന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുന്നു. അപ്പോൾ അതിനുശേഷം VD സതീശന് മൈക്ക് വയ്ക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകർ. അദ്ദേഹം പെട്ടെന്ന് അത് കേട്ടപ്പോൾ ഒന്ന് അന്തിച്ചു. അതിനുശേഷം പറഞ്ഞു, ഞങ്ങൾ ആരുമായിട്ടും ചർച്ച നടത്തിയിട്ടില്ല എന്ന് മാത്രം പറഞ്ഞു പോയി. ആ വാചകം അന്ന് അവിടെ നടത്തുന്നുണ്ട്. ആരുമായും ചർച്ച നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ പിന്തുണ വേണ്ടതില്ല അല്ലെങ്കിൽ ആ വോട്ട് വേണ്ടതില്ല എന്ന് ആരും തന്നെ പറയുന്നില്ല. രമേശ് ചെന്നിത്തലയായാലും K സുധാകരനായാലും ഇന്നിപ്പോൾ പ്രേമചന്ദ്രനായാലും പറഞ്ഞിട്ടത് വോട്ടാണെങ്കിൽ ആ വോട്ട് കിട്ടുന്നത് വേണ്ട എന്ന് പറയേണ്ട കാര്യമില്ല. ആ വോട്ട് തീവ്ര വോട്ട് എന്ന നിലയ്ക്കല്ല കാണേണ്ടത്. അവർ നിരുപാധികം നൽകുന്ന വോട്ടാണ്. ആ വോട്ടിനെ തള്ളേണ്ട കാര്യമില്ല. അങ്ങോട്ട് പിന്തുണ ആവശ്യപ്പെട്ട് ചെല്ലുമ്പോഴാണ് അതിൽ ഗുരുതര സ്വഭാവം വരുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് ഇപ്പോൾ അതുമാത്രമല്ല, മുസ്ലിം എന്ന് വെച്ചാൽ തീവ്രം എന്നുള്ള ഒരു നിലപാടിലേക്ക് BJP അതിശക്തമായി എത്തുകയും അത്തരം പ്രചാരണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുമ്പോൾ ഈ വയനാട്ടിൽ വന്നുകൊണ്ട് ഇന്നിപ്പോൾ സ്മൃതി ഇറാനിയും പ്രകാശ് ജാവ്ദേക്കറും പറഞ്ഞിരിക്കുന്നത് എവിടെ, ലീഗിന്റെ കൊടി എവിടെ എന്ന് ചോദിക്കുന്നു. ഇതേ ചോദ്യം പിണറായി വിജയൻ 2 ദിവസമായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ ലീഗിന്റെ കൊടി, എവിടെ കോൺഗ്രസിന്റെ കൊടി, എവിടെ? ആ കൊടി പുറത്ത് കാണിക്കാൻ പറ്റാത്ത വിധം അല്ലെങ്കിൽ ആ കൊടിയുമായി പ്രചാരണത്തിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത വിധം ഈ രാഷ്ട്രീയം അത്രത്തോളം വിഷലിപ്തമായിരിക്കുന്നു രാജ്യത്ത് എന്ന് തിരിച്ചറിവുണ്ടാവുമെങ്കിൽ CPM ഒരിക്കലും അത് പരിഹസിക്കുന്ന രൂപത്തിൽ പറയുമായിരുന്നില്ല. ആ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കാത്ത പാർട്ടിയല്ല CPM. തീവ്രമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷം എങ്ങനെയൊക്കെ ആക്രമിക്കപ്പെടുന്നു എന്നതിൽ ശക്തമായ നിലപാടെടുക്കുന്ന പാർട്ടി തന്നെയാണ് CPM. പക്ഷേ ഈ വിഷയം അതേ രൂപത്തിൽ BJPയുടെ അതേ ചോദ്യങ്ങളായി ഈ 2 ചോദ്യങ്ങളും CPM മുന്നോട്ട് വയ്ക്കുമ്പോൾ ആത്യന്തികമായി ഇവരുടെ ദേശീയ രാഷ്ട്രീയ താല്പര്യങ്ങൾ എന്താണ്, അവർക്ക് ദേശീയ രാഷ്ട്രീയത്തിലെ ആകുലതകൾ എന്താണ് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഈ SDPയും പോപ്പുലർ ഫ്രണ്ടിനും മുന്നേ ജമാഅത്തെ ഇസ്ലാമിയാണല്ലോ. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഇതിനു മുമ്പ് LDFന് തന്നെയായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുന്നുള്ള ഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾ LDFനെയാണ് പിന്തുണച്ചതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നിഷേധിക്കപ്പെടാവുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല നമ്മുടെ മുന്നിലുള്ളത്. ഇന്നിപ്പോൾ ഈ ചർച്ച ഇന്ന് 8 മണിക്ക് ഞാൻ ഈ വിഷയമാണ് ചർച്ച ചെയ്തത്. CPM പ്രതിനിധി പറയുന്നു അതാത് രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ചില രാഷ്ട്രീയ നിലപാടുകൾ എടുക്കേണ്ടി വരും. എപ്പോൾ PDPയുമായി ബന്ധമുണ്ടാക്കിയ കാലത്തെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അന്ന് ആ ബന്ധമുണ്ടാക്കുന്ന ഘട്ടത്തിൽ തന്നെ CPMനകത്ത് തന്നെ വിമർശനം വരുന്നതാണ്. VSനെ പോലുള്ളവർ എതിർത്തിരുന്നതാണ്. അന്ന് PDPയുടെ പിന്തുണ നേടുകയും PDP പറയുന്ന സ്ഥാനാർത്ഥി നിർത്തുകയൊക്കെ ചെയ്തു. അത് രാഷ്ട്രീയത്തിൽ ഗുണം ചെയ്തില്ല എന്നുള്ളൊരു സാഹചര്യം നിൽക്കുന്നു. അന്നും അതിനൊരു തീവ്ര രാഷ്ട്രീയ സംഘടനയായിട്ടാണല്ലോ കണ്ടിരുന്നത്. അപ്പോൾ അതെങ്ങനെ വിശദീകരിക്കുമെന്നുള്ളൊരു പ്രശ്നം നിൽക്കുന്നില്ലേ? SDPയെ അത്ര വലുതൊന്നുമല്ല, അത്ര വലുതല്ലാത്തൊരു പാർട്ടിയെ അത്ര വലുതാക്കി അവതരിപ്പിച്ചുകൊണ്ട് ഈ കേരളത്തിൽ ഈ രൂപത്തിൽ പ്രചാരണം നടത്തുന്നത് ആരെ സഹായിക്കുമെന്നുള്ളത് ആത്യന്തികമായ ചോദ്യം CPM ആണ് നേരിടുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ പിന്തുണ അങ്ങോട്ട് ചെന്ന് ചോദിച്ചാൽ, തീർച്ചയായും ഞാനത് ആവർത്തിക്കുകയാണ്, അങ്ങോട്ട് ചെന്ന് ചോദിച്ച ഒരു ധാരണ പ്രകാരമാണെങ്കിൽ അത് ഗുരുതരമാണ്. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് UDFനെ സംബന്ധിച്ച് തെറ്റായ കാര്യമായിരിക്കും. ഇത് ഇങ്ങോട്ട് തരുന്ന ഒരു പിന്തുണ വോട്ട് വേണ്ട എന്ന് പറയേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മൾക്ക് മുന്നിലില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. CPMഉം ഈ കാര്യത്തിൽ SDPയെ തൊടാൻ പാടില്ല, അയിത്തം എന്നൊരു നിലപാടെടുക്കുന്നവരല്ല. SDPയുടെ വിരുന്നിനൊക്കെ പോയതിൻ്റെ ചിത്രങ്ങളടക്കം വരുന്നുണ്ട്. പഴയ ചിത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ ഇരു മുന്നണികളുമായും ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ചർച്ചയിൽ എന്താകും എന്നൊരു തീരുമാനം ഞങ്ങൾ കുറച്ചു കഴിഞ്ഞേ എടുക്കുകയുള്ളൂ എന്നൊക്കെ SDP ഇടയ്ക്കിടയ്ക്ക് വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ടായിരുന്നു. പിന്നെയാണ് എടുത്ത തീരുമാനം പറഞ്ഞത്. ഈ ചർച്ച എപ്പോൾ നടത്തിയെന്നറിയില്ല. ചർച്ച നടത്തിയതായി ഇവർ പറയുന്നില്ല, ധാരണ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ കോൺഗ്രസ് പറയുന്നു. പക്ഷേ വിരുന്നിന് പോയ ചിത്രം CPMന്റെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയും മറ്റ് CPM നേതാക്കളും പോയ ചിത്രം, കോഴിക്കോട് നിന്നുള്ള ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇവരെ
തൊട്ടുകൂടായ്മയും അയിത്തമൊന്നും ഇല്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കും. ഇതൊരു ഒരു രാഷ്ട്രീയ സ്റ്റണ്ടായി, അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യും, ഈ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാം എന്ന രൂപത്തിൽ ഉപയോഗിക്കുമ്പോൾ അപ്പുറത്ത് ദേശീയ രാഷ്ട്രീയ ആകുലത എന്ത് എന്നുള്ള ചോദ്യം CPM നേരിടേണ്ടി വരുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.